വർഷങ്ങളായിട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു വീട്ടിലെ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ സെറ്റ് ചെയ്യാന്നുള്ളത്. എല്ലാ വർഷവും സ്റ്റാർ ഇടുമെങ്കിലും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടും ഒരു കാരണവും ഇല്ലാതെയും ഇത് ഇത്രയും ഡിലേ ആയി. എന്നാൽ ഇത്തവണ ഒറ്റ മൈൻഡായിരുന്നു. ഡിസംബർ തുടങ്ങുന്നതിന് മുമ്പ് തൊട്ട് ഞാൻ ട്രീ ഇങ്ങനെ ഓൺലൈനിൽ നോക്കാൻ തുടങ്ങി. നല്ല വിലയായിരുന്നു. ലുലുവിലൊക്കെ പോയി നോക്കി. അപ്പോഴും നല്ല വിലയായിരുന്നു. പിന്നെ ചാലയിൽ അഫോർഡബിൾ ആയിട്ട് കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ട് ചാലയിൽ പോയി ട്രീ വാങ്ങിച്ചു. ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങിച്ചു. പിന്നെ ദാ ഇത് 6 ഫീറ്റ് ട്രീ ആണ്. പിന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് പുഷ്ടിക്കുറവുള്ളത് കൊണ്ട് ഇതാ നമ്മൾ ഈ ഒരു സാധനം, എന്താണ് ആ സാധനത്തിൻ്റെ പേരെന്ന് എനിക്കറിയത്തില്ല. ആ സാധനം ഒരു 4 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പല വിലയാണ്. ആദ്യം കേറിയ കടയിൽ ഇതിന് 30 രൂപയായിരുന്നു. രണ്ടാമത് കേറിയ കടയിൽ ഇതിന് 17 രൂപയും 29 രൂപയായിരുന്നു. പിന്നെ ഈ സ്നോ സൈഡിലുള്ള സാധനത്തിന് മൂന്നാമത് കേറിയ കടയിൽ നിന്നാണ് ഇത് കിട്ടിയത്. അതിന് 25 രൂപയായിരുന്നു. പിന്നെ ഡെക്കറേഷൻ ഐറ്റംസിനും പല പല വിലയായിരുന്നു. അതായത് 65 രൂപയുടെ സെറ്റ് ഉണ്ടായിരുന്നു. 60 രൂപയുടെ സെറ്റ്. അങ്ങനെ പല പല സെറ്റായിരുന്നു. പിന്നെന്താ നമ്മളങ്ങ് ഡെക്കറേറ്റ് ചെയ്ത് തകർക്കായിരുന്നു. അങ്ങനെ ട്രീ റെഡി. ഞാൻ വിചാരിച്ചതിലും നന്നായിട്ടുണ്ട്. ഇനി ലൈറ്റ് കൂടി ഇടാനുണ്ട് കേട്ടോ. നമ്മൾ വാം ലൈറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇടാനുണ്ട്. പുൽക്കൂടൂടെ സെറ്റ് ചെയ്തിട്ട് വാം ലൈറ്റ് ഇടാം. പുൽക്കൂട് ശരിക്കും കാർഡ്ബോർഡ് വെച്ച് ഉണ്ടാക്കാമെന്നാ വിചാരിച്ചിരുന്നത്. പക്ഷെ ട്രീ വാങ്ങിക്കാൻ വേണ്ടി ഒരു കടയിൽ ചെന്നപ്പം അവിടെ പുൽക്കൂടിന് 249 രൂപ. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാ അങ്ങ് വാങ്ങിച്ചാലോന്ന്. അങ്ങനെ ദാ ഈ ഒരു പുൽക്കൂടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സ്ക്രൂ ഒക്കെ നമ്മൾ തന്നെ ഫിറ്റ് ചെയ്യണം. ഇതവർ മടക്കിയാ തന്നിരുന്നത്. നേരെയാക്കിയിട്ട് സ്ക്രൂ ഒക്കെ ഫിറ്റ് ചെയ്യണം. പിന്നെ ദാ ഇത്രയേ ഉള്ളൂ നമുക്ക് കിട്ടിയ സാധനം. പിന്നെ ഞങ്ങൾ വീട്ടിൽ കച്ചി ഉള്ളതുകൊണ്ട് കച്ചിയൊക്കെ താഴെ വെച്ച് സെറ്റ് ചെയ്തു. പിന്നെ നമ്മള് വാങ്ങിച്ച സ്റ്റാറൊക്കെ ദാ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്റ്റാറൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടു. അത് കഴിഞ്ഞിട്ട് ഇനിയും പുൽക്കൂടിൽ വെക്കാനുള്ള രൂപങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫുൾ സെറ്റിന് 99 റുപ്പീസാണ്. അപ്പം ആ ഒരു സെറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് ട്രീയും പുൽക്കൂടും ഒക്കെ വാം ലൈറ്റ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തു. ലൈറ്റ്സ് ഇട്ടപ്പം ഒന്നും കൂടെ അടിപൊളിയായി. ശരിക്കും ലൈറ്റ്സ് ഇടാനായായിരുന്നു. കാരണം രാത്രിയായി. നമ്മളൊരു 4:30ക്ക് തുടങ്ങിയ പരിപാടിയാണ്. ചെയ്ത് കഴിഞ്ഞപ്പത്തേനും രാത്രി ഒരു 7 മണിയായി. അപ്പോൾ ലൈറ്റ്സ് ഒക്കെ ഇട്ടപ്പത്തേനും ഒന്നും കൂടെ അടിപൊളിയായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മള് ഒരു റെഫറൻസ് ഗൂഗിളിൽ നോക്കിയിട്ട് പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്തു. മാലാഖയൊക്കെ ഇങ്ങനെ തൂക്കിയിടണമായിരുന്നു. അതൊക്കെ ചെയ്തു. ഇതാണ് നമ്മളുടെ ട്രീയുടെയും പുൽക്കൂടിന്റെയും ഫൈനൽ ലുക്ക്. ശരിക്കും ആ വാം ലൈറ്റ് കൂടെ ആഡ് ചെയ്തപ്പോഴാണ് ശരിക്കും അടിപൊളിയായത്. വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എക്സീഡ്സ് എക്സ്പെക്ടേഷൻ. അല്ല, ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. ഞാൻ ഒരുപാട് ഹാപ്പിയായി. അങ്ങനെ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ പുൽക്കൂട് മേക്കിങ്ങും ക്രിസ്മസ് ട്രീ ഇടലും ഒക്കെ. അതെന്തായാലും സാധിച്ചെടുത്തു. ഈ ഒരു ക്രിസ്മസിന് അത് സാധിച്ചു. അങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെയും ഡ്രീംസും ഇതുപോലെ സാധിച്ചെടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.